ദാർപ്പായ അങ്ങനത്തെ കുറെ കച്ചവടക്കാരെ മുമ്പിൽ ഇപ്പൊ ദാർപ്പായ കേൾക്കണ്. മുമ്പ് പൊതുപ്പല്ലേ ഇനിയോ ഹിന്ദിക്കാരാ. ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരൂ, കടന്നു വരൂ എന്നൊക്കെ. ഉച്ചന്റെ ശേഷല്ലേ മഴ. ഇവിടെ നോക്കിയാലും ടീ തന്നെയുള്ളല്ലോ. ശരിക്കും വെറൈറ്റി കോഫികൾ സാധാ ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പിൽ തുടങ്ങിയതില്ലേ. കോഫി കൾച്ചർ ആൾക്കാർ മറ്റേ സൗദിയിലൊക്കെ ഉണ്ട് പോയോക്കണം. ഇനി ഞാൻ നീനിന്റെ അടുത്ത് ഒരു 500,000 എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇട്ടോ, അതിന്റെ മുന്നിൽ കാണുന്ന മോനെ സൗദികൾ ഇങ്ങനെ കാറായിട്ട് വലിക്കും. കാർ ഇങ്ങനെ മറ്റേ ഡ്രൈവ് ത്രൂ ആയിരിക്കും ഉണ്ടാകുക. കാറായിട്ടും കാറിന്റെ ഒരു നീണ്ട നേരം ഇങ്ങനെ കാണാം. അതിനൊക്കെ ഒരു നല്ല ക്ഷമ. പക്ഷേ നമ്മളെ നാട്ടിൽ പൊതുവെ കോഫി, ഞാൻ ഇന്നാൾ വയനാട് പോയപ്പോഴേ മറ്റേ കോഫി വാങ്ങിന്, ഒന്നും മിക്സ് ചെയ്യാത്ത. അയാൾ വലിയ തമ്മിൽ മറ്റേ കടകളിലൊക്കെ ഉള്ള കോഫിയുടെ അതിലൊക്കെ കൊടുക്കണ കോഫിയാണ് ഓലൊക്കെ ഉണ്ടാക്കണ ഇത് വെച്ചിട്ടാണെന്നൊക്കെ. ഞാൻ വാങ്ങി ഉണ്ടാക്കി കിട്ടും, ഒരു രസമില്ല. കോഫി നല്ല പാല് തിളപ്പിച്ച് അങ്ങനൊക്കെ ഉണ്ടാക്കണം. അല്ലാതെ നമ്മളൊരു സാധാ പെരേന്ന് ഞാൻ ഉണ്ടാക്കണ അരി ഉണ്ടാക്കിയ കോഫി രസം ഉണ്ടാവില്ല. അതേപോലെ മെഷീനിലേനോ നിന്റെ കല്യാണം ഉറങ്ങണ ഫോട്ടോ കഴിച്ചു. അവിടെ പിന്നെ നമ്മളെ കമ്പനിയില് മറ്റേ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഡയറക്ടർ വന്നിനി. ഞാനോട് പറഞ്ഞു, ബ്രൂണോ പറഞ്ഞ മലയാളിയാണ്, പക്ഷെ ഓസ്ട്രേലിയൻ സിറ്റിസണാ. എന്നിട്ട് അയാൾക്ക് അടുത്തതൊന്നും പറ്റാനിട്ട് അയാൾ സ്വന്തമായിട്ട് ഒരു കോഫി മെഷീനാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അത് ക്രഷ് ചെയ്യലും ഇതൊക്കെ തന്നെയാണ് മൂപ്പർ കടപാടി. അത് നല്ല രസമാണ് അതിന്റെ വീഡിയോ കാണാൻ. എങ്ങനെ എസ്തെറ്റിക് ആയിട്ട് വീഡിയോ എടുക്കണമല്ലൊക്കെ ഉണ്ടല്ലോ കോഫി ഉണ്ടാക്കണ. അതിന് ഭയങ്കര ഫാൻസ് ആവുന്നുണ്ട് ആ ടൈപ്പ് വീഡിയോസിന്. എസ്തെറ്റിക്സ് മാർക്കറ്റ് പ്രോ. നാളെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താവും, ഇടിഞ്ഞ് തരിപ്പണാവോ? അമേരിക്ക ആക്രമിക്കണല്ലോ. ആ, അതിന്റെ ശേഷം ഒരു ആക്രമണം. ഇസ്രായേലിനല്ലേ? ആ, ഈ ഗൾഫിലെ അമേരിക്കൻ സൈന്യത്തിനൊക്കെ ആക്രമിച്ചാലാണ് ഞമ്മക്ക് പണിയിട്ട. അവിടെ ഉള്ള മലയാളികൾ എന്നല്ല, പ്രവാസികളൊക്കെ പെടും. അമേരിക്ക എല്ലായിടത്തും മറ്റേ സാധനം ഓലെന്ത് ചെയ്താലും പീസിനാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും ടെററിസം മറ്റോ. കുറെ ആൾക്കാർക്ക് തിരിയൽ തുടങ്ങിയാണ് ഇപ്പോൾ. പക്ഷെ പാകിസ്ഥാന് നോബൽ പ്രൈസ് കൊടുക്കണം. ഇതിലാണ്ട് പോയാലോ? നാടൻ ചായ അല്ലെങ്കിൽ ആ ഭാഗം അപ്പുറത്തല്ലേ വൈബ്, നല്ല ചക്കാടി. ആ പച്ചക്കായി ഒന്നല്ലേ അത് അണ്ണന ഉണ്ടാക്കണേ. അതതിന്റെ ആ ടേസ്റ്റ് നോക്കിയപ്പോഴത്തെ കരി കയറ്റി പോണേ. തുടങ്ങിയ ഈ പെരക്കാർക്ക് ബിസിനസ്
മിസ്സായത്. പണ്ട് നമ്മളെ പാറമ്പത്തെ ഷോപ്പൊക്കെ എല്ലാരും ഇവിടുന്ന് കഴിയും. ഇത് നല്ല പരിപാടിയാ തോന്നുന്നുണ്ട്. അവിടെ പിന്നെ നമ്മളെ അളാക്കാന്റെ തൊടിയിലുണ്ട് മലഞ്ചത്തിന്റെ. എങ്ങനെ ഇവര് ഉണ്ടാക്കല്? ഇത് നല്ല വിറക് കൊണ്ടുവന്നിട്ട് ഒരു ഇതുണ്ടാക്കും. ചൂടുണ്ടായിട്ട് അതിനുള്ളിട്ട് കത്തിച്ചാ അതേപോലെ ചിരട്ട ബിസിനസ് നടക്കണ്ടല്ലേ. ഹോട്ടലിൽ കൊണ്ടുപോകുന്ന സാധനം പെട്ടെന്ന് ചൂടാവുമല്ലോ. അതിപ്പോ നമ്മളെ മറ്റേ സാലി അഫ്സല് കയറ്റി വീഴുന്നത് അവിടുന്ന് റോഡോ വൈബോ വേണ്ടപ്പോ. അത് വേറെ സ്ഥലം. ഞാനോ ഞാൻ നാളെ നിങ്ങള് പോയാൽ തന്നെ നമ്മള് പോയത് പുറത്ത് പോയി നീരാടണം. പരുത്തക്കാട് എല്ലാരും അമ്പാട് ആളും ഉണ്ടോ. വേറെ മുതലൂരൊക്കെ ഉണ്ട് ഉള്ളില്. കരുവാങ്കല്ലൊക്കെ അല്ലേ? നമ്മളാ നേറാടുള്ള അതോ അതിപ്പോ ഉണ്ടോ ആ വലുത്? കരുവാങ്കല്ല് ഇന്നാള് ഇജും ഞാനും പോയ കാടപടിയാ. നമ്മള് വേറൊരു പുതിയ ഉണ്ടാക്കിയൊരു കൊളത്ത് പോയി. എന്റെ നമ്മളെ മനസ്സിലായി. സ്റ്റാറ്റസിലൊക്കെ കളിക്കുന്ന ഒരു കൊള പാറപ്പുറത്തുള്ള. അത് ആദ്യം സംസുവിന്റെ അവിടെ അല്ലേ? സംസുവിന്റെ ഇതിന്റെ ഓപ്പോസിറ്റ് മലമാന്റെ സംഭവം മോന്റെ പേരന്റെ അടുത്തല്ലേ നമ്മൾ ഇന്നാള് പോയി? ഇതെന്താ വെച്ചാലേ ഈ ഡ്രോൺ ഷോട്ടൊക്കെ കണ്ട് വരുമ്പോഴേ അതിന്റെ ഒരു ഭംഗി നമുക്കവിടെ തോന്നണേ. ശരിക്കും നമ്മള് പഴയ കാലത്ത് ഒരു പെരയിലൊരു കുളമൊക്കെ വേണല്ലേ. ഈ മഴക്കാലത്ത് ഇങ്ങനെ പോയി കുളിച്ചു പോരാ, രാവിലെ ഒന്ന് മുങ്ങിപ്പോ അതൊരു ഭയങ്കര എനർജിയാണ്. ശരി എന്റെ അമ്മാവന്റെ കുട്ടിന്റെ അവിടെ ഉണ്ട്. എന്നിട്ട് വലുത് ഫോട്ടോ ഇടും. അങ്ങനത്തൊക്കെ ഒരു കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു വീട്, അവിടെ ഒരു ചെറിയ ഒരു കുളം, അതൊക്കെയാണ് ശരിക്കും ലൈഫ്. ഇത് ഈ റോഡ് സൈഡിലൊന്നും പെരായിട്ട് ഒരു കാര്യമില്ല. അസന്റെ വരയിലൊക്കെ ഒരു കുളത്തിനുള്ള സ്കോപ്പ് ഉണ്ട്. എപ്പോഴും ഉണ്ട് അവിടെ ഉണ്ടല്ലോ. ഇനി മറ്റൊടുത്ത് മീൻ വളർത്തലൊക്കെ ആയിട്ട് ഇപ്പൊ നിർത്തിണേ. മെയിന്റനൻസ് ഇല്ല. ആ കുളത്തിൽ നമുക്ക് മുങ്ങി എണീക്കാനേ പറ്റുള്ളൂ. അതിന് നീന്താനുള്ള സ്പേസ് ഇല്ല. കുറച്ച് നേരം മുങ്ങി കിടക്കാൻ നമുക്ക് ഇങ്ങനെ. അവിടെ എന്റെ അടുത്ത് ആ പാടത്തിന്റെ അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്, ആണി പോലത്തെ. അത് കൊളാക്കൊക്കെ ചെയ്യും, പക്ഷെ നമ്മളെ സ്ഥലമല്ല. ജാസനാസിന്റെ ഓല സ്ഥലം. ശരിക്കും അവിടെ ഒരു കുളമൊക്കെ ഉണ്ടാക്കി കാണ്ട് ഓലൊന്നും ഇപ്പൊ ഞങ്ങളുടെ മേലൊന്നും കിട്ടെ. പഞ്ചായത്ത് കുളാണല്ലേ? കുഞ്ഞിനെ വേണ്ടേ? അതില് വെള്ളം എപ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ പോയി കുളിച്ച് അതിന് തന്നെ കുളിച്ചേ. നമ്മളൊരു കുളം ഉണ്ടായി, കിണറാക്കി. കിണറാക്കില്ലേ? ശരിക്കും ഒരു കുളം പോലെ പഠിത്തിന് ഒന്നുകൂടി വൃത്തിണ്ടായിരുന്നു. ശരിക്കും എന്ത് കണ്ടിട്ടാണ് അന്ന് പഞ്ചായത്ത് കുളം ഫണ്ടൊക്കെ വേണ്ടപ്പത്തിന് എന്നിട്ട് ഒരു മനുഷ്യന് അതിന് ഉപകാരം ഇല്ലല്ലേ അതിനോട്? പിന്നെ കുഞ്ഞിനൊക്കെ ഉണ്ടല്ലോ ഒരു മനുഷ്യനുണ്ട്. ഒരു മനുഷ്യന് ഉപകാരമുണ്ട്. പക്ഷെ കുഞ്ഞിനെ എല്ലായിടത്തുനിന്നും കുളിച്ചു. ഓന് പിന്നെ വൈബിൻ്റെ ആണ്. ആസ്വദിക്കുന്നതിൽ പെട്ടതാണ്. പേടിയില്ല. പക്ഷെ വേറെ ഒന്നുണ്ട്, ഏറ്റവും ചെറിയ സ്ഥലത്ത് പണ്ടും അതേപോലെ നല്ല സെറ്റപ്പിൽ എടുക്കില്ലേ? കുളം ഉണ്ടാവുമല്ലോ. പള്ളിയുടെ അടുത്തൊരു കുളം ഉണ്ടാവും. നമ്മളടുത്തൊക്കെ തൂർത്താലോ ഇപ്പൊ അതിലൊക്കെ എത്ര ചാടി നല്ല വെള്ളം നിറയണ്ടായിനി. മഴക്കാലത്തൊക്കെ വൈബേനയില് അത് പറയുമ്പോ ചാടാനേ പറ്റുള്ളൂ. പക്ഷെ എത്ര കുളിച്ചതിലൊക്കെ
സംസുവിന്റെ അമ്മ ആ വെള്ളം പറഞ്ഞ തിരുമ്പല് പാടത്തുള്ള കളിയും ടൂർണമെന്റ് ഒക്കെ ആയിരുന്നു അവിടെ. എന്തൊക്കെ നമ്മളെ ചെറുപ്പൊക്കെ തന്നെയാണ് ഒന്നും പറയാനില്ല. നവാസും എനിക്ക് ആ തോട്ടിലൊന്ന് വെള്ളം നിറഞ്ഞിട്ടേ തോട്ട് ചാടാൻ എഗ്രി ആയി. അതായത് ഞാനും നവാസും മുത്തും അയിലിന്നെ വരെന്ന് വിളിച്ചു റസാപ്പ് പോവാൻ. ഞാൻ അപ്പൊ വരാറിന് പോയതാ. അതില് കാത്തുന്നില്ല. അതിലാണ് നവാസ് ചാടി മറ്റേ അതില് കുടുങ്ങി. പിന്നെ എന്താ പറയാ കാല് തുങ്കാല് പോയിട്ട് അവിടെ മുമ്പ് മറ്റേ ഇപ്പോഴും ഉണ്ട് ആ പിന്നെ ബലോർക്ക് വയ്യല്ലേ ഇനി ആദ്യം അവിടെ ഒരു പോസ്റ്റ് എന്നൊക്കെ ഉണ്ടായിട്ട് എന്റെ ഒരു പാലൊക്കെ ചെയ്യുന്നു സമയത്ത് ആയിമ പോയാണ്ട് അടിച്ചിട്ടുണ്ടല്ലോ. അതിന് ആ സ്ഥലത്ത് ഒരു വെള്ളം ഇങ്ങനെ ചുയ്യണ അതിനെ ഹൈക്ക് ചാടിയതോ ആ കാല് പോയി നേരത്തെ അടിച്ച്. ഞാനോ മറ്റേ പാലത്തുമെന്നാണ് ചാടിട്ടേ. ജനറേഷൻ കഴിഞ്ഞോടുകൂടി അവിടുത്തെ പാടം പോയി. അതിനാരും മെയിൻറ്റെയിൻ ചെയ്യണില്ലല്ലോ. ഈ തോടൊക്കെ ശരിക്കും ഉപയോഗിക്കണല്ലേ? തെങ്ങുതോടുന്നല്ലേ കളിച്ചേ. തെങ്ങുതോട്ട് എത്തിങ്ങാനുള്ള ഒരു മണ്ണിട്ട് ഇതാക്കി അതിന്റെ അതോടുകൂടി ആ ഒരു കമ്മ്യൂണിറ്റി കഴിഞ്ഞില്ലേ. നമ്മള് കളി കഴിയുമ്പോ എല്ലാരും ഒരുമിച്ച് കൂടുക. പിന്നെ ആ ഒരു രസമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മറ്റേ നസിമാന് പേരെടുത്ത റോട്ടുമല്ലൊക്കെ ടൂർണമെന്റ്. ഈ ദിൽഷാദൊക്കെ ഈ സ്കൂളൊന്നും ഇല്ലാത്തന്ന് രാവിലെ വന്നാല് പോലെ ഞാനൊക്കെ പെരേന്ന് ഒരു 3:30 ആവുമ്പോ തെരഞ്ഞു തരും എന്റെ ഉമ്മക്കെ. അത് പെര കയറണില്ലല്ലോ. കളിച്ചാ മതി എന്നുള്ള ആ കോലത്തിന് അന്നൊക്കെ കളി. ഞാൻ എനിക്കോർമ്മയുണ്ട് പണ്ടൊരു ദിവസം എന്തോ ഇതില് സ്കൂൾ ഉണ്ടാവില്ലെന്നൊക്കെ പക്ഷെ അന്ന് സ്കൂൾ ഉണ്ടായി. ഞങ്ങള് പറമ്പാട്ടുമ്പോ മാച്ച് വെച്ചിന്. അത് ഞങ്ങൾ കളിച്ചാൻ പോയി. ഉമ്മ രാവിലെ മദർസ് പോയ 6 മണിക്ക് ഞാൻ. പിന്നെ ഒരു വിവരമില്ല. 12 മണിയായിട്ട് പിന്നെ കാണാനില്ല. അമ്മ പിന്നെ പെരത്തിട്ട് 4 കിട്ടി വരാണ്. ഞമ്മളൊക്കെ ഇനി അന്ന് വേറെ എവിടേക്കും കുളിച്ചാൻ പോയാല് പെരയില് എങ്ങനെയെങ്കിലും അറിയും. പിന്നെ പ്രശ്ന എനിക്ക് ഒരു പ്രാവശ്യം ഓർമ്മ ഉണ്ട്. നമ്മൾ അവിടുന്ന് എല്ലാരും കൂടി മറ്റേ ഇവിടെ കോറിക്ക് ചാടാൻ പോയി. അത് കുട്ടിമാൻ അന്ന് അവിടെ അതിലാണ് കുട്ടിമാൻ കണ്ട് നമ്മളെ. അതില് നമ്മള് വരുന്നതിന് തന്നെ കുട്ടിമാൻ അവിടെ എത്തി എല്ലാ പേരും പറഞ്ഞു. അതിലിങ്ങനെ വരുമ്പോ കാത്തിങ്ങനെ നിക്ക. അന്ന് അലോ കിട്ടും ചെയ്യൂലേ വരേന്ന് ഇങ്ങനത്തെ ഇതിനൊക്കെ പോയാല്. അടിച്ചോണ്ട് നമുക്കൊരു ബേജാറ് ഇപ്പോഴും. ഇപ്പത്തെ കുട്ടികളെ അങ്ങനത്തതൊന്നും ഇല്ലല്ലോ ഓൽക്ക്. ഇപ്പൊ ഒന്നാമത് അങ്ങനത്തെ ഇതൊന്നും പോലെ വില. ഹലോ ചെമ്പ് അവിടെ ഉണ്ടല്ലോ അല്ലേ? മറന്നുപോയി. എപ്പോഴൊക്കെ വേണ്ടി? ഓക്കെ. എനിക്ക് ഓർമ്മല്ലേ ഇതിന്റെ അല്ലേ ഒറ്റടുക്കല്ലേ എപ്പോഴും കൊണ്ടു നടക്കല്ലോ. എന്റെ പോലെ ഇതില് ഓ ചെറുതാ ഇതല്ലേ എന്നെ ആണേ കുടിച്ചാ ഞങ്ങള് പോരാ. ബാക്കിയുള്ള ഓറക്കടുണ്ട് ഉണ്ടാവും. ഇവിടെ എന്തായാലും ഫോട്ടോ എടുക്കണമെങ്കിൽ എന്താ ആ കുട്ടീനെ മയ നിർത്തിയാണ്. ഇവലെ കടലിന് മുന്നിലാവോ? സ്മൂത്തൊക്കെ അടിച്ചിട്ടുള്ള സജി.